Hi all, it's me Anwar from Topmark Digital Solutions. ഇന്ന് നമുക്ക് സ്മാർട്ട് ടി സി യൂണിഫോം ഫാക്ടറി മാനേജ്മെൻറ്റ് സോഫ്റ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ്സിനെ പരിചയപ്പെടാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഓർഡർ ഷീറ്റ്. ഓർഡർ ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് ഞാനിത് നമ്മളെ സ്മാർട്ട് ടി സി യൂണിഫോം ഫാക്ടറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള PDF ഡോക്യുമെൻ്റാണ്. ഇതിൽ നിന്നും ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മോക്കപ്പ് ഇമേജ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മോക്കപ്പ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഇമേജ് നമുക്ക് ടോപ്പിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ കസ്റ്റമറുടെ പേര്, ആരാണ് എക്സിക്യൂട്ടീവ്, ഈ ഓർഡർ ഇട്ടിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് ആരാണോ അവരുടെ പേര് ഇവിടെ വിസിബിൾ ആവും. പിന്നെ ക്ലോത്ത് കളറിൻ്റെ ഫാബ്രിക് കളറ്, കോളർ ആൻഡ് കഫിൻ്റെ കളറ്, പോക്കറ്റ് ഉണ്ടോ ഇല്ലേ, പിന്നെ അതേപോലെ തന്നെ ബട്ടൺ പടിൻ്റെ കളറ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മുകളിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ സൈസ് ആൻഡ് ക്വാണ്ടിറ്റീസിൻ്റെ ബ്രേക്ക് ഡൗൺ ഇവിടെ മുകളിൽ താഴെ കാണാൻ പറ്റും. എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ പറ്റും. അഡീഷണൽ കോമൺ നോട്ട്സ് എന്തെങ്കിലും എൻ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, താഴെ പ്രൊഫോമ നമ്പർ, ഇത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മളെ സ്മാർട്ട് ടി സി UFMS കണക്റ്റഡ് ആണ്. അവിടെ നിന്നും ഒരു പ്രൊഫോമ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ സബ്ബായിട്ട് ടാലി പോലുള്ള ഏതെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനത്തെ സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും പ്രൊഫോമ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വിസിബിൾ ആവും. ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിസിബിൾ ആവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓർഡർ ഡേറ്റ്, എന്നാണോ ഓർഡർ പ്ലേസ് ചെയ്ത ഡേറ്റ് അതവിടെ വിസിബിൾ ആവും. ഫയൽ നമ്പർ, ഇൻ കേസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഡിസൈനേഴ്സ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി എന്തെങ്കിലും നമ്പേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ നമ്പേഴ്സ് ഈ മോക്കപ്പിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ്, എക്സിക്യൂട്ടീവ്, സെയിൽസ് സ്റ്റാഫ് അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ നമ്പറും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വിസിബിൾ ആക്കാൻ കഴിയും. പിന്നീട് പ്രിൻറ്റിങ് ഫയൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കേണ്ട ആ സമയത്തേക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡെലിവറി ഡേറ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതിന് നെക്സ്റ്റ് പ്രിൻറ്റിങ് ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓർഡർ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കസ്റ്റമറിന് എന്തൊക്കെയാണോ മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വിസിബിൾ ആകും. ഓക്കെ, ഇപ്പോൾ ടീഷർട്ട് മാത്രമേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് മറ്റ് ഓർഡർ ഷീറ്റുകളുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ വിസിബിൾ ആവും. ഓക്കെ, താഴേക്ക് വിസിബിൾ ആവും. എത്ര എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ 4 or 5, ഉദാഹരണത്തിന് ടീഷർട്ട് മാത്രമല്ല ചില കസ്റ്റമേഴ്സിനുണ്ടാവുക, മറ്റു ആപ്രോൺസ് ഉണ്ടായിരിക്കാം, ഷർട്ട് ഉണ്ടായിരിക്കാം, ക്യാപ്പ് ഉണ്ടായിരിക്കാം, അതൊക്കെ സെപ്പറേറ്റ് ഓർഡർ ഷീറ്റായിട്ട് ജനറേറ്റ് ചെയ്യണം. ആ ഓർഡർ ഷീറ്റുകളുടെ നമ്പർ ഇവിടെ വിസിബിൾ ആവും. അപ്പോൾ ഈ ഓർഡർ ഷീറ്റിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കസ്റ്റമറിന് എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഉള്ളത് എന്ന് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ഓർഡർ ഷീറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നീട് മറ്റു ഡോക്യുമെൻറ്റ്സിനെ പറ്റി നോക്കാം. പ്രധാനപ്പെട്ടവ മാത്രമാണ് ചർച്ച ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ കൊട്ടേഷൻസിൻ്റെ ഫോർമാറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് കൊട്ടേഷൻ്റെ ഫോർമാറ്റ്. മുകളിൽ നിങ്ങളുടെ ലോഗോ ഉണ്ടാവും, കൊട്ടേഷൻ നമ്പർ, കൊട്ടേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലായിട്ടുണ്ടാവും. പിന്നെ എത്ര പ്രൊഡക്റ്റും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 പ്രൊഡക്റ്റാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, ലിമിറ്റില്ല, എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ വിസിബിൾ ആവും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ വിസിബിൾ ആവും. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, കൊട്ടേഷൻസിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. നെക്സ്റ്റ് ഇൻവോയ്സിൻ്റെ ഫോർമാറ്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇൻവോയ്സ് നമ്മൾ ടോപ്മാർക്ക് ഡിജിറ്റൽ സൊല്യൂഷൻസിൻ്റെ സ്മാർട്ട് ടി സി UFMSൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ടോപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടാക്സ് ഇൻവോയ്സ്, GST റെഡി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മറ്റു കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, കസ്റ്റമറുടെ GST നമ്പർ ഉണ്ടെങ്കിൽ അത്, പിന്നെ പ്രൊഡക്റ്റുകൾ ഇവിടെ ലിസ്റ്റിൽ വരും. ടോട്ടൽ GST, ടോട്ടൽ എമൗണ്ട്, അതിൻ്റെ എമൗണ്ട് ഇൻ വേർഡ്സ് എന്നുള്ള സംഭവം ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെയായിട്ട് അതിൻ്റെ ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട്, അതിൻ്റെ പ്രീവിയസ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത്, ഈ ഇൻവോയ്സിക്ക് എത്ര ബാലൻസ് ഉള്ളത്, ഒക്കെ ഷോർട്ടായിട്ട് ജസ്റ്റ് കസ്റ്റമറിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡെലിവറി സ്ലിപ്പിനെ പറ്റിയിട്ട് നോക്കാം. ഇതാണ് ഈ ഒരു ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ കൊറിയർ ത്രൂ അയക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കൊറിയറിൻ്റെ ഈ പാഴ്സലിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ് സ്ലിപ്പ് വേണം. അതിന് സാധാരണഗതിയിൽ മറ്റു സോഫ്റ്റ്വെയർസായിട്ടുള്ള എക്സലോ വേർഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയായി ഉണ്ടാവുക. പക്ഷേങ്കിൽ നമ്മളെ സോഫ്റ്റ്വെയറിൽ, ERP സോഫ്റ്റ്വെയർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വളരെ സിമ്പിളായിട്ട്
കസ്റ്റമറുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്നുകിൽ സ്റ്റാഫ് എക്സിക്യൂട്ടീവ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്തിന് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വിസിബിൾ ആവും. അല്ലെങ്കിൽ ഡെലിവറി സമയത്തും അത് നമുക്ക് ഡാറ്റ മാനുവലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്, പ്രൈമറി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. കസ്റ്റമർ അഡ്രസ്സ് ഉണ്ട്, ഫ്രം അഡ്രസ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഇൻവോയ്സ് നമ്പർ ഇതിൽ ആഡ് ചെയ്യും. ആ ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്തതും ഇവിടെ വിസിബിൾ ആവും. പിന്നെ ഓർഡർ നമ്പർ ഉണ്ടാവും. ഷിപ്പിംഗ് മെത്തേഡ് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതും ഇവിടെ ഉണ്ടാവും. DTDC ആണ്. ഒരു ബാർ കോഡും കൂടി താഴെ വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇത് ഈ ഭാഗം ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കാനുള്ളതാണ്. പ്രൈമറി ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. ട്രാക്കിംഗ് നമ്പർ കൂടെ ട്രാക്കിംഗ് നമ്പർ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു QR കോഡ് ഉണ്ടല്ലോ, ഈ QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഓർഡർ ക്ലോസ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ക്ലോസിംഗ് ഫോർമാറ്റ് ഇതിൻ്റെത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കാം കേട്ടോ. ഇതാണ് നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സ്മാർട്ട് EC UFMSൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പിലായിട്ട് കമ്പനി പേരുണ്ടാവും. അതേപോലെ തന്നെ ഡ്യൂറേഷൻ ഇന്ന് മുതൽ ഇന്ന് വരെയുള്ള ഡാറ്റയാണെന്നുണ്ടാവും. അതേപോലെ തന്നെ ടോട്ടൽ എത്ര ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളതും ഇവിടെ ഉണ്ടാവും. താഴെയായിട്ട് ലാസ്റ്റ് 6 മന്ത്ത്തെ പെർഫോമൻസിൻ്റെ ഒരു ചാർട്ട് ഇവിടെ വിസിബിൾ ആവും. ഈ രീതിക്ക് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ മാസം കഴിയുന്തോറും നമ്മളെ കമ്പനീൻ്റെ ടോട്ടൽ സെയിലിൻ്റെ ഗ്രോത്ത് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, തൊട്ട് താഴെയായിട്ട് തന്നെ കഴിഞ്ഞ 6 മാസത്തെ പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഏപ്രിലാണ് സെലക്ട് ചെയ്തിട്ടുള്ള കറൻറ്റ് മന്ത്. അതിന് തൊട്ട് മുന്നുള്ള 5 മാസത്തും കൂടി ഡീറ്റെയിൽസ് വരും. അങ്ങനെ ടോട്ടൽ 6 മാസത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഈ ഭാഗത്ത് വിസിബിൾ ആവും. അതിലൂടെ നമുക്ക് വിലയിരുത്താൻ പറ്റും സെയിൽസിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, സ്റ്റാഫിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, കമ്പനിയുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് വിലയിരുത്താൻ കഴിയും. പ്രോബ്ലംസ് എന്തെങ്കിലും ഈ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് വൈസ് റിപ്പോർട്ടാണ്. ഇപ്പോൾ ഇതിൽ ഈ കേസിൽ ഞാൻ സാമ്പിളായിട്ട് ഏകദേശം 4 യൂണിറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 4 യൂണിറ്റുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡാറ്റാസ് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് നമ്പർ 1. പ്രിൻ്റ് സർവീസ് 3 ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. 32 ടോട്ടൽ ക്വാണ്ടിറ്റി. അതായത് 3 ടീഷർട്ടിൻ്റെ ഓർഡർ, ഉദാഹരണം പറയുകയാണ്, 3 ടീഷർട്ടിൻ്റെ ഓർഡറിലായിട്ട് ടോട്ടൽ 32 ക്വാണ്ടിറ്റി ഉണ്ട്, സൈസുകളെല്ലാം മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ 2600 രൂപേൻ്റെ സെയിൽ ഉണ്ടായിട്ടുണ്ട്. ടീഷർട്ട് 67 ഓർഡറിലായിട്ട് 1276 ഓർഡറിൻ്റെ ടോട്ടൽ 3 ലക്ഷത്തി സംതിങ്ങിൻ്റെ സെയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും കൂട്ടിയിട്ട് താഴെ ഗ്രാൻഡ് ടോട്ടൽ ഉണ്ടാവും. അതേപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ തേർഡ് യൂണിറ്റ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ 4th യൂണിറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ എത്ര യൂണിറ്റുകൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ യൂണിറ്റുകൾ ഉണ്ടാകും ചില കമ്പനികൾക്ക്. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് വൈസ് റിപ്പോർട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഉദ്ദേശിച്ച് സെയിൽസ് സ്റ്റാഫ് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണുള്ളത്. സാമ്പിളായിട്ട് ഗൂഗിൾ, സുരേഷ്, അൻവർ, മുബീൻ, അങ്ങനെ കുറച്ച് സ്റ്റാഫിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അവരെത്ര ഓർഡേഴ്സാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ. അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ സ്റ്റാഫും ആ ഡ്യൂറേഷനിൽ എത്ര സെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഈ ഒരൊറ്റ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലൂടെ ആരാണ് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ആരാണ് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനും വേണ്ട നിർദ്ദേശങ്ങൾ സ്റ്റാഫുകൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ വിഷയങ്ങൾ കൊണ്ടാവും താഴേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടാകും. ആ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാനും, സ്റ്റാഫിൻ്റെ പ്രശ്നം കൊണ്ടാണോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് പറ്റും. ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഭാഗം കൊണ്ട്. ഓക്കെ, പിന്നെ പ്രിൻ്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വന്നിട്ടുള്ള പ്രിൻറ്റിങ്ങിൻ്റെ ടോട്ടൽ സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മളെ യൂണിഫോം ഫാക്ടറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഓവർവ്യൂ, ഡോക്യുമെൻറ്റ് ഓവർവ്യൂ. ഓക്കെ, താങ്ക് യു.